കഅനബി തങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. ഇമാം കഅനബി മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. ഇമാം കഅനബി തങ്ങൾ ഹദീസ് പണ്ഡിതനാണ്. ഇമാം കഅനബി റഹ്മത്തുള്ളാഹി തആല അലൈഹി. പറഞ്ഞു നോക്കി, ഇമാം കഅനബി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഒരു ദിവസം വീഞ്ഞു കുടിച്ച്, നമ്മൾ കള്ളുടിച്ച് പൂസാവെന്നൊക്കെ പറയില്ലേ, ബോധമല്ലാണ്ട് വീട്ടിൻ്റെ മുമ്പിൽ മൂപ്പരുടെ കൂടെ കുടിക്കുന്ന ചങ്ങാതിമാരെയും കാത്തവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ഒരു സംഘം ആളുകൾ ഒരു മഹാപണ്ഡിതൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്. ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതാരായിരുന്നു? അല്ലാമ ശുഅബത്ത് ഇബ്നു ഹജ്ജാജ്, ഹദീസ് പണ്ഡിതനായ ഇമാം ശുഅബ തങ്ങളാണ്. അപ്പോൾ ഇയാൾ ചെറിയ ബോധം ഉണ്ടാവുമല്ലോ, കള്ളുടിയന്മാരാണെങ്കിലും. അതാരാന്ന് ചോദിച്ചു. ശുഅബയാണ്. മൻ ശുഅബ? ആരാണ് ഈ ശുഅബ എന്ന് പറഞ്ഞാൽ? അൽ മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതനാണ്. ഇവരെന്താ പറയണത്? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ് പറയണത്. എനിക്കും കിട്ടുമോ? പോയി നോക്കിയെന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് പോവാം. അപ്പോൾ അദ്ദേഹം ധരിച്ചത് ചരിത്രത്തിൽ കാണാം, ചുവന്ന കുപ്പായമാണ്. ഈ ചുവന്ന കുപ്പായവും അതുപോലെ കുങ്കുമ കളറുള്ള കുപ്പായവും ധരിക്കൽ നമുക്ക് നിഷിദ്ധമാണെന്ന് ഹദീസിലുണ്ട്. ചുവന്ന കുപ്പായത്തിന് ലൈനുകളുണ്ടെങ്കിൽ കുഴപ്പമില്ല, പ്ലെയിൻ ചുവപ്പ് അത് നബി തങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ കുപ്പായമാണ്. കുങ്കുമവും അങ്ങനെയാണ്, കുങ്കുമ നിറത്തിലുള്ള കുപ്പായം, സഫ്രോൺ കളറുള്ള കുപ്പായം. ഇത് രണ്ടും മുശ്രിക്കുകളുടേതാണ്, അത് ദൈവനിഷേധികളുടേതാണ് എന്ന് ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാ നബി തങ്ങളത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനത്തെ ആശയക്കാർ കൊണ്ടുനടക്കുന്നവർ ഇത് കൊണ്ടുനടക്കും. ആര് ചിന്തിച്ചു, ആര് മനസ്സിലാക്കി? ഹദീസിൽ 1400 കൊല്ലം മുമ്പുള്ള ഹദീസാണിത്. ഈ ഇമാം കഅനബി, അന്ന് ഇമാമൊന്നുമല്ല, കഅനബി ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ചുവന്ന കുപ്പായ ഇട്ടത്. ചുവന്ന കുപ്പായത്തിന് ഖൈത്തുകൾ എന്ന് പറയും, അതായത് വരകളുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു വരകളോ ഡിസൈനുകളോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പ്ലെയിനായിട്ടുള്ള ചുവപ്പിടരുതെന്നാണ്, പാടില്ലെന്നാണ്, ഹറാമാണ്, കുറ്റകരമാണ്. പാർട്ടി തലയിൽ കയറലും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഹദീസ് പറയുകയാണെങ്കിൽ അത് അങ്ങനെയാണ്. അതിപ്പോൾ എന്നോട് ചൂടായിട്ട് കാര്യമില്ല, ഹദീസ് അതാണ്. അപ്പോൾ ഇദ്ദേഹം ഈ കുപ്പായിട്ടിട്ടാണ് ചെല്ലണത്. അപ്പം ഇമാം ശുഅബ തങ്ങൾ കണ്ടപ്പോഴേ ദേഷ്യം വന്നു. കാരണം നബി തങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കുപ്പായിട്ടിട്ടായി വരുന്നത്. അല പറഞ്ഞു, ഹദ്ദിസിനി, എനിക്ക് ഹദീസ് പറഞ്ഞുതാ. അപ്പോൾ ആലിമീങ്ങൾക്കൊക്കെ ഒരു രീതിയുണ്ട്. ഹദീസും ഖുർആൻ ക്ലാസും ദർസും എന്നൊക്കെ പറയണത് അത് ആഗ്രഹിച്ചു വരുന്ന, അതിന് യോഗ്യതയുള്ളവർക്കേ കൊടുക്കുള്ളൂ എന്നാണ്. എത്രയോ സംഭവങ്ങളുണ്ട്. ക്ലാസ്സിലേക്ക് ലേറ്റായിട്ട് വന്നാൽ പോയിക്കോ, ക്ലാസ് തീർന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരില്ല, അങ്ങനെ പറഞ്ഞു വിട്ട് എത്രയോ ഇമാമിങ്ങളുണ്ട്. ഇമാം സുഹരി തങ്ങളുടെയും ഇമാം യഹ്യ ബിൻ മഈൻ റഹ്മത്തുള്ളാഹി അലൈഹി ദർസിലേക്ക് എവിടുന്നോ ദൂരന്ന് വന്ന ആളാ. പറഞ്ഞു, ഞാൻ 1/2 ദിർഹം വാടക കൊടുത്തിട്ടാണ് ഒരു കഴുതപ്പുറത്ത് ഇങ്ങോട്ട് എത്തിയത്. ക്ലാസ് കഴിഞ്ഞല്ല, അടുത്ത 1/2 ദിർഹമായിട്ട് തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. നമുക്ക് അതിലൊക്കെ ഒരു നിലയും വിലയുണ്ടെന്ന് അവരങ്ങനെ കണക്കാക്കിയത്. അങ്ങനെ വെറുതെ വാരിക്കൂരി കൊടുക്കാനുള്ളതല്ല. അങ്ങനെ കഅനബിയോട് ഇമാം കഅനബി ചോദിക്കുകയാണ് ഇമാം ശുഅബത്ത് ഇബ്നു ഹജ്ജാജ് തങ്ങളോട്, എനിക്ക് ഹദീസ് പറഞ്ഞു തരൂ. പറഞ്ഞു, നിനക്കൊന്നും ഞാൻ ഹദീസ് പറഞ്ഞു തരൂല. അതിൽ അരയിന്ന് കത്തിയെടുത്തു, ലഅജ്റഹന്നക, ഞാൻ കുത്തുന്നു. അപ്പോൾ പേടിച്ചു. എന്നാൽ അവിടെ ഇരിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഹദ്ദസനാ മൻസൂറുൻ عن ربعي عن ابن مسعود الثقفي رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا لم تستحي فاصنع ما شئت. എൻ്റെ ഗുരുനാഥൻ ഇമാം മൻസൂർ എന്നവർ, അവരുടെ ഗുരുനാഥൻ റിബ്ഈ തങ്ങളിൽ നിന്ന്, താബിഈയാണ് റിബ്ഈ എന്നവർ, അബൂ മസ്ഊദ് അൽ ബദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ട ഹദീസ്. അവർ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നത് കേട്ടു. എന്താ കേട്ടത്? ഇദാ ലം തസ്തഹി, നിനക്ക് നാണമില്ലെങ്കിൽ ഫസ്ന മാ ശിഅ്ത്, നീ ഉദ്ദേശിച്ചതൊക്കെ ചെയ്തോ. അതിലങ്ങോട്ട് ഹിദായത്ത് കിട്ടിയ ആളാണ് ഇമാം കഅനബി. അദ്ദേഹം ഒരു സാധാരണക്കാരൻ നന്നായി എന്നല്ല ഇത് പറയാം. ഇമാം കഅനബി അൽ മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതനായിട്ട് മാറിയെന്ന, വെറും സാധാരണ നന്നായതല്ല ഇത്. ഹദീസ് ഇമാം കഅനബി ഹദീസ് പണ്ഡിതനാണ്. ഉലമാ ഉൽ ഹദീസിൽ, പണ്ഡിതന്മാരുടെ അഇമ്മത്തുൽ ഹദീസിൽ അബുൽ ഹസൻ അൽ ബസ്രി തങ്ങളുടെ ആ ഒരു പരമ്പരയിൽ കടന്നു വരുന്ന ഹദീസ് പണ്ഡിതന്മാരുടെ ഒരു വലിയൊരു സംഘമുണ്ട്. അവരാണ് ഈ ഹദീസുകൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിച്ചു തന്നത്. അതിൽ അറിയപ്പെടുന്ന ആളാണ്. ഇമാം മാലിക് എന്നവരുടെ ശിഷ്യനാണ്. ഇമാം മാലിക് എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. ഇമാം ശുഅബ തങ്ങൾ എന്നീ ഒരൊറ്റ ഹദീസേ ഉദ്ധരിക്കുന്നുള്ളൂ. ബാക്കി അദ്ദേഹം സനദുകൾ അധികം പോകുന്ന ഇമാം മാലിക് തങ്ങളിൽ നിന്നാണ്. മാലിക് എന്നവരോ 100ഓളം സ്വഹാബിമാരെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട ഇമാമാണ്. മദീനക്കാരനായ മാലിക്കി മദ്ഹബിൻ്റെ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അങ്ങനെ ഉമ്മയോട് ചെന്ന് പറഞ്ഞതാണ്, ഉമ്മാ,
എൻ്റെ കുടിയന്മാരായ കൂട്ടുകാരിവിടെ വന്നാൽ അവരോട് പറയണേ കഅനബി മാറിയിട്ടുണ്ട്, കഅനബിനി കുടിക്കാനില്ല. അവരോട് പറയണം എന്നെ അന്വേഷിച്ച് ഈ പടിവാതിൽക്കൽ വരാൻ പാടില്ല എന്നെൻ്റെ കൂട്ടുകാരോട് പറയണം. ഉമ്മ ഞാൻ പോവാൻ. അപ്പോൾ ഉമ്മ അത്ഭുതപ്പെട്ടു പോയി, എന്താ പടച്ചോനെ ഇത്? ഇന്ന് രാവിലെ വരെ കുടിച്ച് പൂസായി പോയ മനുഷ്യൻ പറയാണ് ഇനി മുതൽ ഞാൻ കുടിക്കൂല. എന്ത് സംഭവിച്ചു? ഈ ഒരൊറ്റ ഹദീസാണ്, ഒരൊറ്റ ഹദീസ്. ചിലക്ക് അത്ര മതിയാവും, ചിലക്ക് കൊല്ലങ്ങളോളം കേൾക്കേണ്ടി വരും, മാസങ്ങളോളം കേൾക്കേണ്ടി വരും. ചിലക്കൊരു ചെറിയ ശകലം കിട്ടിയാൽ മതി, അള്ളാഹു ഹിദായത്തിൻ്റെ നൂറ് കണ്ടു കൊടുക്കും. അങ്ങനെ കിട്ടിയതാണ് ഹുദൻ ലിന്നാസ്. ഇത് വല്ലാത്തൊരു ഹിദായത്താണ്, ഇത് വല്ലാത്ത ഹിദായത്താണ്.